സ്കൂൾ കലോത്സവ മൂല്യനിർണ്ണയത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മൂല്യനിർണ്ണയത്തിൽ ദുർഗന്ധമെന്നും മൂല്യനിർണ്ണയത്തിന്റെ വേരുകൾ തേടിപ്പോയാൽ അക്കാര്യം വ്യക്തമാകുമെന്നും ഹൈക്കോടതി. വിധികർത്താക്കളുടെ പശ്ചാത്തലം കൃത്യമായി പരിശോധിക്കാതെയാണ് നിയമനമെന്നും വിമർശനം. സ്കൂൾ കലോത്സവ പരാതികൾ പരിഗണിക്കാൻ പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കണമെന്ന് സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. ശ്യാം ദേവരാജ് ഉണ്ട് വിശദാംശങ്ങളുമായി. ശ്യാം ദേവരാജ്, എന്തൊക്കെയാണ് ഹൈക്കോടതി സർക്കാരിനെതിരെ ഉയർത്തിയ വിമർശനങ്ങൾ, ഒപ്പം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ആര്യ സുരേന്ദ്രൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂല്യനിർണ്ണയത്തിൽ വ്യാപകമായി തന്നെ പരാതികൾ ഉയർന്നിരുന്നു. ഇക്കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. സ്കൂൾ കലോത്സവ മൂല്യനിർണ്ണയത്തിൽ ദുർഗന്ധമാണ് എന്നാണ് ജസ്റ്റിസ് സി ജയചന്ദ്രൻ അധ്യക്ഷനായ അവധിക്കാല സിംഗിൾ ബെഞ്ച് ഇന്ന് വിമർശനമായി ഉന്നയിച്ചത്. മൂല്യനിർണ്ണയത്തിന്റെ വേരുകൾ തേടിപ്പോയാൽ അക്കാര്യം വ്യക്തമാകും. വിധികർത്താക്കളുടെ പശ്ചാത്തലം കൃത്യമായി പരിശോധിക്കുന്നില്ല സർക്കാർ. അങ്ങനെ പരിശോധിച്ചാൽ അതിലെ അക്കാര്യത്തിലെ അഴിമതിയടക്കം പുറത്തു വരും. നന്നായി പ്രകടനം നടത്തുന്ന മത്സരാർത്ഥിക്ക് 2 വിധികർത്താക്കൾ നല്ല മാർക്ക് നൽകും. എന്നാൽ മൂന്നാമത്തെ വിധികർത്താവിന് ആ പ്രകടനം, വിദ്യാർത്ഥിനിയുടെ പ്രകടനം ഒരുപക്ഷെ മോശമായി തോന്നുന്നത് എങ്ങനെയാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. വിധികർത്താക്കളുടെ നിയമന കാര്യത്തിലും ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അവർ എഴുതി നൽകുന്ന അണ്ടർടേക്കിംഗ് പരിഗണിച്ചാണ് അവരുടെ യോഗ്യതയടക്കം സർക്കാർ വിശ്വസിക്കുന്നത്. സാധാരണ നിയമനങ്ങളിൽ ഇങ്ങനെയല്ലല്ലോ. പ്യൂൺ നിയമനത്തിന് പോലും വലിയ വെരിഫിക്കേഷൻ അടക്കം നടത്താറുണ്ടല്ലോ. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെയുള്ള സൂക്ഷ്മ പരിശോധന നടത്താത്തത് എന്ത് എന്നൊരു വിമർശനവും കൂടി സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധികർത്താവിന്റെ നിയമനത്തിൽ സർക്കാർ 10 ദിവസത്തിനകം വിശദീകരണം എഴുതി നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. മറ്റൊരു കാര്യം, ഈ കലോത്സവ ട്രൈബ്യൂണൽ രൂപീകരിക്കണം. സ്കൂൾ കലോത്സവത്തിലെ പരാതികൾ പരിഗണിക്കാൻ ട്രൈബ്യൂണൽ സ്ഥാപിക്കണമെന്നാണ് സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഇത് സംബന്ധിച്ച് നിലപാട് അറിയിക്കാനും സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കലോത്സവ മൂല്യനിർണ്ണയത്തിലെ പ്രശ്നം പരിഹരിക്കാൻ പ്രത്യേക ട്രൈബ്യൂണൽ അനിവാര്യമാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. കലോത്സവ പരാതികൾ പരിഹരിക്കാനായി ഹൈക്കോടതിയുടെ വിലപ്പെട്ട സമയം ഈ രീതിയിൽ നഷ്ടപ്പെടുത്താനാവില്ല. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയും വിരമിച്ച IAS ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്ന 3 അംഗ ട്രൈബ്യൂണലിനെ അല്ലെങ്കിൽ ഓംബുഡ്സ്മാനെ വേണം നിയോഗിക്കാൻ. മൂന്നാമത്തെ അംഗത്തെ ആദ്യത്തെ 2 അംഗങ്ങൾ ചേർന്ന് തീരുമാനിക്കണം എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. നേഹ നായർ എന്ന വിദ്യാർത്ഥിനി നൽകിയ ഹർജി പരിഗണിക്കുകയാണ് ജസ്റ്റിസ് സി ജയചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നടപടി. ഈ ഹർജി കലോത്സവത്തിലെ പരാതികൾ ഉൾപ്പെടെ പരിശോധിക്കാൻ പ്രത്യേക ട്രൈബ്യൂണൽ ഉണ്ടാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.